മാഡം പ്രസിഡന്റ് അങ്ങനെയാണ് വിളിക്കേണ്ടത് അല്ലേ? എങ്ങനെയാണ് ആദ്യത്തെ യോഗം കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതൊരു ചാലഞ്ച് ആണോ അതോ? ആദ്യം ചില ആൾക്കാർ ശ്വേത വിളിച്ചു, പിന്നെ ചേച്ചി വിളിച്ചു. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് പ്രസിഡന്റ്. സോ ഇറ്റ് വാസ് ഗുഡ് ഫീലിംഗ്. നല്ലൊരു അംഗീകാരം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ ഒരു സൂപ്പർ പോസിറ്റീവായ ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത്. ആ സന്തോഷം ഉണ്ട്, അത് ഞാൻ കളയുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഒരുപക്ഷെ ഞങ്ങൾ ന്യൂസ് ചാനൽസ് അടക്കം ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത ഒരു ബോഡി എന്ന് പറയുന്നത് അമ്മയായിരുന്നു. പല പല വിഷയങ്ങളിൽ അമ്മ നിലപാടുകൾ എടുക്കാത്തത് ഈ എടുക്കാത്ത വിഷയമാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടത്. സിനിമയിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കുകയും അല്ലാത്തപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാതിരിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട താരങ്ങളടക്കം താരസംഘടനയടക്കം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സമയത്തേക്ക് ആ സമയത്ത് ഒരു പ്രസിഡന്റായി എത്തുക എന്ന് പറയുന്നത് അതൊരു ചാലഞ്ചാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് എല്ലാ ചോദ്യങ്ങളിലും ഉത്തരം പറയണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഓട്ടോമാറ്റിക്കലി എൻ്റെ ആക്ഷൻ, അല്ലാതെ എൻ്റെ ടീം ചെയ്യുന്ന ഒരു ഡ്യൂട്ടി വെച്ചിട്ട് മാത്രമേ ആൾക്കാർ അറിയും. ബിക്കോസ് നമ്മൾ ജാസ്തി സംസാരിച്ച കാര്യത്തിൽ കറക്റ്റാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എല്ലാം ഈ നമ്മളുടെ ടെന്യൂറിൽ തീർക്കണം എന്ന് പറയുന്നത് ഭയങ്കര മോശമായ ഒരു ഇതാണ്. ബിക്കോസ് 31 വർഷമായിട്ട് ഒരു സ്ഥാപനം നിൽക്കുമ്പോൾ അതിൻ്റെതായ അത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് ഇപ്പോൾ നമ്മൾ ഒരു കുമ്പാരത്തിൽ ഇരിക്കുകയാണ്. അപ്പം മെല്ലെ 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 അത് ശരിയാക്കി വരും. ആ ഒരു പോസിറ്റീവ് ഫീലിംഗ്, ആ ഒരു ടീം എഫേർട്ട്, എനർജി എല്ലാം ഞാൻ ഇന്ന് കണ്ടു. ഒരു ഗ്ലാമറിന്റെ ഫീൽഡാണ്, പണത്തിന്റെ ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി പലരും പല ശ്രമങ്ങളൊക്കെ നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ പ്രസിഡന്റ് അടക്കം അങ്ങോട്ട് ഒരു സ്ത്രീ സംഘമാണ് ഇതിനകത്തുള്ളത്. ഈ സ്ത്രീ സംഘം വരുന്നു എന്നുള്ളതിനർത്ഥം സ്ത്രീകൾക്ക് കൃത്യമായിട്ട് ജസ്റ്റിസ് കിട്ടുമെന്നല്ല, പക്ഷെ കിട്ടും എന്ന് പ്രസിഡന്റിന് പറയാൻ പറ്റുമോ? ഇതില് എന്നെ സംബന്ധിച്ച് സ്ത്രീ പുരുഷനല്ല, അമ്മ എന്ന സംഘടനയ്ക്ക് നല്ല നീതി കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും എൻ്റെ മെമ്പേഴ്സാണ്. സോ വെൻ ഐ ആം ഇൻ എ പൊസിഷൻ, ഞാൻ ഇവിടെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ അവരെല്ലാവരും ഒരേ ലെവലിലാണ്. ബിക്കോസ് അവരെല്ലാവരും എൻ്റെ കോ ആർട്ടിസ്റ്റാണ്, എൻ്റെ കോ ഫ്രണ്ട്സാണ്, എല്ലാവരും ഉണ്ട്, കലീഗ്സ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്ത്രീകൾക്ക് ഒബ്വിയസ്ലി ഞാനൊരു സ്ത്രീ ആവുമ്പോൾ എനിക്ക് അവരെ വിഷമങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാം, കേൾക്കാനുള്ള ഒരു ഇതുണ്ട്. എനിക്കത് പരിഗണിക്കാനോ അല്ലാതെ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സ്ട്രാ ഇതുണ്ട്. പക്ഷെ അതുകൊണ്ട് ആണുങ്ങളെ മാറ്റിവെക്കുന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് ഫോർ മീ ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് അമ്മ. മലയാള സിനിമ ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ലേഡി സൂപ്പർ സ്റ്റാറും ഒക്കെ ഉണ്ട്. മലയാളത്തിൽ എപ്പോഴും അതൊരു മെയിൽ ഡോമിനേറ്റിംഗ് ആണ് ഓൺ സ്ക്രീനിൽ. അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിലാണ് ഒരു വനിതാ താരസംഘടന പ്രസിഡന്റ് ആകുന്നുള്ളത് തന്നെ വലിയ കാര്യം. ഈ ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ ഉണ്ടല്ലോ, ഒരു നോർമലി ഉള്ള ഒരു നേച്ചർ, അവരത് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമോ? അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അല്ല, അതെന്തുകൊണ്ടാ പറഞ്ഞാൽ എനിക്ക് തോന്നില്ല എനിക്ക് ഡോമിനേറ്റ് ചെയ്യണം എന്ന്. ബിക്കോസ് എല്ലാവർക്കും നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് സംസാരിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഒരുപാട് നല്ല ചർച്ചകൾ, നല്ല പ്ലാൻസിനെ പറ്റി ഒരുപാട് ഡിബേറ്റ്സ് നടന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി പോസിറ്റീവ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഇറ്റ് വാസ് ഗുഡ്. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എല്ലാവരും ഒരേ ലെവലിലെ ആൾക്കാരാണ്. നമ്മൾ സൂപ്പർ സ്റ്റാർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ചർച്ച ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഫോർ മീ എനിക്ക് അവിടെയും പ്രശ്നം, ഐ എം കംഫർട്ട്, ഇവിടെയും കംഫർട്ട്. പക്ഷെ അവർ എല്ലാവരും കുറച്ചും കൂടി കംഫർട്ടബിൾ. ബിക്കോസ് അവർക്ക് എന്നെ സംബന്ധിച്ച് അവർ ചേച്ചി എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. എൻഡ് ഓഫ് ദി ഡേ ഇറ്റ് വാസ് പ്രസിഡന്റ്. ഐ വാസ് വെരി ഹാപ്പി.